നിങ്ങളുടെ ഫിറ്റ്നസ് ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇതാദ്യമായി ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു AC ഫിറ്റ്നസ് സെന്റർ. ബ്രാൻഡ് ബോക്സ് ഫിറ്റ്നസ്. നിങ്ങളുടെ ഫിറ്റ്നസ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി. ഹാസ്യ സാമ്രാട്ട് VKN വിട പറഞ്ഞിട്ട് 2 പതിറ്റാണ്ടുകൾ പിന്നിടുന്നു. കേരള സാഹിത്യ അക്കാദമിയുടെയും VKN സ്മാരക സമിതിയുടെയും നേതൃത്വത്തിൽ VKN അനുസ്മരണം സംഘടിപ്പിച്ചു. തിരുവില്ലാമലയിലെ VKN വസതിയിൽ വെച്ച് അദ്ദേഹത്തിന്റെ ഛായാചിത്രത്തിൽ മകൾ രഞ്ജന കൃഷ്ണകുമാർ ഭദ്രദീപം തെളിയിച്ചു. തുടർന്ന് പുഷ്പാർച്ചന നടത്തിയതിനു ശേഷമാണ് അനുസ്മരണ സമ്മേളനം ആരംഭിച്ചത്. സാഹിത്യകാരിയായ ഡോക്ടർ മിനി പ്രസാദ് VKN അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. രസത്തിൽ വായിച്ചു നോക്കിയപ്പോൾ എവിടെയെങ്കിലും കിട്ടാതെ പോയൊരു വാചകം, ആ വാചകം ഇതാണ്: കണ്ണുനീർ പുറത്തു വരാതിരിക്കുവാൻ വേണ്ടി പയ്യൻ ചിരിച്ചു. പയ്യൻ ചിരിക്കുന്നുണ്ട്, കണ്ണുനീർ പുറത്ത് വരാതിരിക്കുവാൻ വേണ്ടി. അപ്പൊ ആരോഹണം, സിൻഡിക്കേറ്റ്, പിതാമഹൻ, അധികാരം, ഈ കൃതികളിൽ എല്ലാം ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ഈ കരച്ചിലും കടന്നു വരുന്നുണ്ട്. കാരണം അദ്ദേഹം തിരിച്ചറിഞ്ഞൊരു കാര്യം, അധികാരം കാമത്തെക്കാൾ പ്രലോഭനമുള്ളതാണ് എന്നായിരുന്നു. അധികാരി എന്ന് പറയുന്ന ആൾ എല്ലാ നൃശംസതയ്ക്കും ഒരുങ്ങിയ മനസ്സുമായിട്ട് അതിനെ അല്ലെങ്കിൽ അങ്ങനെയാണ് ഒരാൾ അധികാരിയായി മാറുന്നത്. അധികാരത്തിന്റെ മുൻപിൽ സൂര്യനും ചന്ദ്രനും പോലും നിഷ്പ്രഭരായി മാറുന്നുണ്ട്. അപ്പൊ അത് കാലഘട്ടം എന്ന് പറയുന്ന കഥയിൽ പറയുന്ന ഒരു വാചകമുണ്ട്. അതായത് സൂര്യൻ, ഹോംസ് അസ്തമിക്കുവാൻ ഹോം സെക്രട്ടറിയിൽ നിന്ന് അനുവാദം കാത്തു നിൽക്കുന്ന സൂര്യനെ ഉച്ചയ്ക്ക് രാജ്യരക്ഷാപട്ടം ഉപയോഗിച്ച് അസ്തമിക്കുവാൻ അയക്കുന്ന അധികാരി. അങ്ങനെ ഉള്ള അതുപോലും നിയന്ത്രിക്കുവാൻ കഴിയുന്ന ഒരു അവസ്ഥയിലേക്ക് അധികാരത്തിന് കടന്നു പോകുവാൻ കഴിയും എന്ന് പറയുന്നതിലൂടെ എല്ലാം നിയന്ത്രിക്കപ്പെടും. നാം വിചാരിക്കുന്നു നമ്മെ ആരും നിയന്ത്രിക്കുന്നില്ലെന്ന്, പക്ഷെ ചെറിയ ഘടകങ്ങൾ വലിയ അവസ്ഥകൾ വരെ നിയന്ത്രിക്കപ്പെടുന്നു എന്ന ഓർമ്മപ്പെടുത്തലാണ് യഥാർത്ഥത്തിൽ അദ്ദേഹം നടത്തിയത്. പിന്നെ ഈ അതിഭൗതികമായ ഒന്നുമല്ല ഈ അധികാരം എന്നൊക്കെ പറയുന്നത്, അത് ചരിത്രപരമാണ്. അതിന് ചരിത്രപരമായ വലിയ തുടർച്ചകൾ ഉണ്ട് എന്നുകൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നു. അപ്പോൾ സാമൂഹികമായ ഒരുപാട് കാരണങ്ങൾ എല്ലാ യാതനകൾക്കും പിൻപിലുണ്ട് എന്നാണ്. അപ്പോൾ അങ്ങനെ വരുന്ന അവസരത്തില് രാഷ്ട്രീയമായ, ആത്മീയമായ ഉത്കണ്ഠയല്ല, അതിനപ്പുറത്ത് രാഷ്ട്രീയമായ ഉത്കണ്ഠകൾ ഇതിന്റെ പിൻപിലുണ്ട് എന്നുകൂടി VKN പറഞ്ഞു വെച്ചു. സാഹിത്യ അക്കാദമി സെക്രട്ടറി CP അബൂബക്കർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM അഷ്റഫ്, തിരുവില്ലാമല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K പത്മജ, VKN സ്മാരക സമിതി സെക്രട്ടറി KR മനോജ് കുമാർ, സാഹിത്യകാരനായ VKK രമേശ്, പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സിന്ധു സുരേഷ്, തിരുവില്ലാമല ഗ്രാമപഞ്ചായത്ത് അംഗം K ബാലകൃഷ്ണൻ, ഗ്രാമീണ വായനശാല പ്രസിഡന്റ് KP ഉമാശങ്കർ, VKN സ്മാരക സമിതി പ്രസിഡന്റ് N രാംകുമാർ, രമ ബാലചന്ദ്രൻ തുടങ്ങിയവരും അനുസ്മരണ യോഗത്തിൽ പങ്കെടുത്ത് സംസാരിച്ചു. നമ്മുടെ ബഹുമാനപ്പെട്ട മിനിസ്റ്റർ, നമ്മുടെ MLA കൂടിയായിട്ടുള്ള ശ്രീ K രാധാകൃഷ്ണൻ അവർകളെ സമീപിക്കുകയും തുടർന്ന് ഈ ആവശ്യത്തെ സംബന്ധിച്ചും അതിൻ്റെ കാര്യങ്ങളെ സംബന്ധിച്ചുമൊക്കെ കൃത്യമായി അദ്ദേഹത്തെ ധരിപ്പിക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ബജറ്റിൽ നമുക്ക് ഈ സ്മാരക മന്ദിരത്തിൻ്റെ വിപുലീകരണത്തിന് വേണ്ടി 50 ലക്ഷം രൂപ നമുക്ക് അനുവദിക്കുകയുണ്ടായി. അതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ എസ്റ്റിമേറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തുടർന്നിങ്ങോട്ട് ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻ്റ് ഉൾപ്പെടെ അത് നടത്തി വരികയും ഇപ്പോൾ അതിൻ്റെ ഒരു അന്തിമ പ്ലാൻ ആയി അതിൻ്റെ അംഗീകാരത്തിനു വേണ്ടി സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. നമുക്ക് ഏറെ പ്രതീക്ഷയോടുകൂടി തന്നെ ഇത് നോക്കിക്കാണാം. കാരണം വളരെ സജീവമായ രീതിയിൽ VKN സ്മാരകത്തിൻ്റെ കാര്യത്തിൽ കൃത്യമായി ഇടപെട്ടുകൊണ്ട് നമ്മുടെ ബഹുമാനപ്പെട്ട മിനിസ്റ്റർ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിർവഹിച്ചു വരുന്നുണ്ട്. ഒരുപക്ഷെ അടുത്ത ഒരു അനുസ്മരണ ചടങ്ങാകുമ്പോഴേക്കും നമ്മൾ ഉദ്ദേശിച്ച തരത്തിൽ വിപുലമായ സൗകര്യങ്ങളോട് കൂടിയ ഏറ്റവും ആകർഷകമായ രീതിയിൽ തന്നെയുള്ള ഒരു സ്മാരക മന്ദിരം നമുക്ക് ഇവിടെ പൂർത്തീകരിക്കാൻ വേണ്ടി സാധിക്കുമെന്നുള്ളത് കൂടി ഈ അവസരത്തിൽ ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. റൈറ്റ് ന്യൂസ്, തിരുവില്ലോമല.